ഹലോ, അപ്പോൾ കുമളിക്ക് പോവാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കൊണ്ടുവന്നുണ്ട്. കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ 2 ചെറിയ ഗിഫ്റ്റ്. പൊന്നൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുമളിക്ക് പോകുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പൊന്നാപ്പിക്കൊരു നല്ല ഷൂ മേടിച്ച്. നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ പോയാണ് മേടിച്ചത്. കുറേ സെലക്ട് ചെയ്ത് ഞാനും റെനിമോളും കൂടെ കുറേ മാറി മാറി നോക്കിയിട്ടാണ് കുറേ ഒരു 3 കടയിൽ കയറിയിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്ത് സാധനം മേടിച്ച്. പിന്നെ മേടിച്ചത് പൊന്നനൊരു സൈക്കിളാണ്. അത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനിലാണ് പ്രൈസും ബാക്കിയെല്ലാം നോക്കിയപ്പോൾ തൽക്കാലം ഒരു ഗിഫ്റ്റ് എന്നുള്ളത് എനിക്ക് സൈക്കിള്. പെരിയാമ്പലോട്ട് കട്ടപ്പനയ്ക്ക് പോകാൻ പോവാണ്. മഞ്ഞുമൂടിയ നിങ്ങളുടെ ഗ്രാമവഴിയിലൂടെ കുമളിക്ക് പാഞ്ഞു പോകുന്ന ഒരു വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സമയം 6:30 ആവാറായിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫാക്കാത്ത ഞങ്ങളുടെ ഗ്രാമത്തിലെ മനോഹരമായ ഒരു കാഴ്ച. പാടശേഖരങ്ങളെ പിന്നിട്ടുകൊണ്ട് ആ വാഹനം നൂനിയുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയാണ്. അങ്ങനെ എൻ്റെ കൂടെ നിന്ന് കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി കുഞ്ഞാപ്പി മേരി ആൻറ്റിയാണ് വരുന്നത്. 2 പേരും പൊന്നാപ്പിയുടെ ബർത്ത്ഡേ കാണാൻ വേണ്ടി രാവിലെ തന്നെ റെഡി ആയിട്ടേക്കും കേട്ടോ. രാവിലെ 6:30 കുഞ്ഞാപ്പി ആദ്യമായിട്ട് എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഒത്തിരി വണ്ടികൾ, നമ്മൾ ആനവണ്ടി തന്നെയായിരുന്നു എല്ലായിടത്തും ബ്ലോക്ക്. പിന്നെ കുറേ ടൂറിസ്റ്റ് വണ്ടി. അങ്ങനെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടവും കടന്ന് ഞങ്ങൾ കുമളി ലക്ഷ്യമാക്കി പോയി. വെള്ളച്ചാട്ടത്തിൽ വെള്ളം തീരെ കുറവായിരുന്നു. എന്നാലും രാവിലെ നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല വൈബായിരുന്നു. അങ്ങനെ പൊന്നാപ്പിയുടെ വീടിൻ്റെ മുകളിൽ എത്തി കേട്ടോ. പള്ളിയുടെ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അവന് വണ്ടിയിൽ നിന്ന് കൊടുക്കാം. ലൈവായിട്ടൊരു സർപ്രൈസാണ്. അങ്ങനെ കാത്തിരുന്ന നിമിഷം സംഭവിക്കാൻ പോവുകയാണ്. പൊന്നാപ്പി അമ്മയും പയ്യെ അതിൽ മന്ദം നടന്നു വരുന്നുണ്ട്. സർപ്രൈസ്. ഇതാരുടെ സൈക്കിള്? തൊട്ട വണ്ടിയില് സൈക്കിളാടി. പന്തം കണ്ട വലിച്ചാഴി പോലെ പൊന്നാപ്പി സൈക്കിളിന് ചുറ്റും നോക്കുന്നുണ്ട്. ചവിട്ടാൻ കാലത്തുമില്ല, എങ്കിലും തള്ളിയും മുന്തിയും മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലക്ഷണമാണ്. അങ്ങനെ മുകളിൽ കയറിയിരുന്നു. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കാലത്തുമായിരിക്കും. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹാപ്പിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. കേക്ക് കട്ടിങ്. കേക്ക് മുറിക്കുകയാണോ? മൊത്തം നോക്കേ
ഇനി അമ്മച്ചിക്ക് കണ്ടോ? എന്നിട്ട് അമ്മായി എന്തി അമ്മായി എവിടെയാ എന്നിട്ട് അമ്മായി എവിടെയാ അമ്മായി എവിടെയുണ്ട് അമ്മായി ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അമ്മായിക്ക് ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ തന്നല്ലേ മഴ നനയണു. കുഞ്ഞാപ്പി മതി മതി അടച്ചോ അടച്ചോ. അങ്ങനെ ഇന്നത്തെ യാത്ര സമാപിച്ചു. ചെറിയ ടയേർഡായി ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്.